ഞാൻ നേരത്തെ അനന്യയുടെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കണ്ടിട്ട് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ക്വർക്കി ആയിട്ടുള്ള ഒരാളാണ്. നല്ല ഇന്റർവ്യൂസ് മുമ്പ് കണ്ടു അത് ഞാൻ നേരത്തെ ടിവിയിലൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അതേ വൈബ്രൻസിയും ക്വർക്കിനെസ്സും ആണ് നമുക്ക് ഇവിടെ. അതെ, അതായത് ഇതിന് പ്രത്യേകിച്ച് കോൺസിക്വൻസസ് ഒന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കാര്യം ചത്തുപോയില്ല എന്നുള്ളതാണ് കോൺസിക്വൻസ്. ചാടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കോഫി ഷോപ്പിൽ, ഈ പ്രാവശ്യം അതടച്ചു പൂട്ടിക്കാരനെ നമ്മൾ എന്നിട്ട് ഇവിടെ ധൈര്യത്തോടു കൂടി വന്നില്ല. 5 മൃഗങ്ങളുടെ ശബ്ദം എനിക്ക് എന്തെങ്കിലും 5 മൃഗങ്ങളുടെ ശബ്ദം. ഉറുമ്പ് സൗണ്ട് ഇല്ലല്ലോ, ഒന്ന് തീർന്നു. സൗണ്ട് ഉണ്ടായിണ്ടാവും, ചെറുതല്ല, അതല്ലേ ഞാനിങ്ങനെ കാണിച്ചത്. ആക്ഷൻ മോഹൻലാലിന്റെ മകന്റെ ഡാഷാണ്. അച്ഛനല്ലേ? മോഹൻലാലിന്റെ മകനാണല്ലോ. നിങ്ങൾ വിളിച്ചു വരുത്തി അപമാനിക്കണോ? അല്ല പോട്ടെ, ദുൽഖർ സൽമാൻ. ഓക്കെ, ഞാൻ എന്റെ അച്ഛന്റെ മകളാണ്. മകളാണ്. 1 2 3. നേരത്തെ 4 എത്തിയിട്ട് ഇറങ്ങിയില്ലല്ലോ. 1 2 3. ഇനിയിപ്പോ എന്ത് വീണാലും ആവൂല. ഇല്ല, 1 വീഴണം. 1 വീഴണേ. 5 1 2 3 4 5. ഗെയിം ഓഫ് ആൻസേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പുതിയ അതിഥിയായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അനന്യ. താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ പണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ അനന്യയുടെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കണ്ടിട്ട് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ക്വർക്കി ആയിട്ടുള്ള ഒരാളാണ്. നല്ല ഇന്റർവ്യൂസ് മുമ്പ് കണ്ടു. അത് അല്ല, ഞാൻ നേരത്തെ ടിവിയിലൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അതേ വൈബ്രൻസിയും ക്വർക്കിനെസ്സും ആണ് നമുക്ക് ഇവിടെ. അതെ, അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ക്വാളിറ്റിയോ സ്റ്റാൻഡേർഡോ ഇവിടെ പ്രതീക്ഷിക്കുന്നു. എന്റർടൈൻമെന്റ് ആണ് വേണ്ടത്. കുറെ ഇങ്ങനെ ചിരിക്കുക, ചോദിച്ചു പോവാം. വലിയ ആദ്യത്തെ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും ആ ക്വാളിറ്റി. ഇല്ല, ഇത് നമ്മൾ മറ്റേ ചോദ്യം ചോദിക്കുന്നത് കുറച്ചുകൂടെ. അത് കഴിഞ്ഞ് നമുക്ക് കുസൃതി ചോദ്യത്തിലേക്ക് പോവാം. ആദ്യം 2 നമുക്ക് സാധാ ചോദ്യം. നമുക്ക് ഈ ലോകത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കാൻ ഒരു അവസരം. ലോകത്തിന്റെ അമേരിക്കയെ മാറ്റി പിടിച്ചു. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഒരാളോട് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു, അത് മാറ്റാം നമുക്ക്. സ്വാസികയോട് ചോദിച്ചതാ. ഇതുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഒരു പ്രസിഡന്റ് എന്നൊരു പൊസിഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അനന്യയുടെ അഭിപ്രായത്തിൽ ആരെ തെരഞ്ഞെടുക്കും? ഇന്ന ആള് ലോകത്തിന്റെ പ്രസിഡന്റ് ആയ ലോക അടിപൊളിയായിരിക്കും. ഫണ്ണോ സീരിയസോ? അതെ, ലോകം പിന്നെ കാണുമ്പോ തോന്നാണ് മീനാക്ഷി പ്രസിഡന്റായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അനുഭവിക്കണം, അങ്ങനെ ഒരു തോന്നലൊക്കെ. ലോകം അനുഭവിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ആരെ വയ്ക്കും? ഓപ്ഷൻസ് ഉണ്ടോ? ഇതല്ലേ ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഇതങ്ങനെ ബുദ്ധിപരമായ ചോദ്യമൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. പരിചയമുള്ളവർ തന്നെ വേണമെന്നില്ല. ഇപ്പൊ ട്രംപിനെ ആക്കാം, മോദിനെ ആക്കാം. വേണ്ട, ചാർലി ചാപ്ലിൻ. അതെ, അതെന്താണ് ചാർലി ചാപ്ലിൻ എന്നല്ല ഇപ്പൊ ചോദിക്കുന്നത്. വളരെ ഇന്റലക്ച്വൽ അല്ലേ? അതെ, ഇന്റലക്ച്വൽ ആയിട്ട് കോമഡി പറയും. അതെ, എന്നെ പോലെ. ആളതൊക്കെ സിറ്റുവേഷൻ അതുപോലെ ഡീൽ ചെയ്തതായിരിക്കാം. എന്തായാലും അവിടെ ഇരിക്കട്ടെ. മൂപ്പര് എന്തായാലും കേൾക്കുമ്പോ സന്തോഷം. മൂവി നിങ്ങക്ക് ഓക്കെ ആണല്ലേ? എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി. ഏത് വേണം? മഞ്ഞ വേണോ പച്ച വേണോ? മഞ്ഞ. ഞങ്ങൾക്ക് ചോദ്യം ഒന്നില്ലേ, കമ്പനിയാണല്ലോ. 6 വീടുന്നില്ലേ? 1 2. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു കാര്യം ചെയ്യാൻ അവസരങ്ങൾ, അതായത് ഇതിന് കോൺസിക്വൻസസ് ഒന്നുമില്ല, മുമ്പോട്ടേക്ക് നമുക്ക് പേടിക്കാനൊന്നും. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും എന്തായിരിക്കും? അതായത് ഇതിന് പ്രത്യേകിച്ച് കോൺസിക്വൻസസ് ഒന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കാര്യം. ഫ്ലൈറ്റിൽ നിന്നൊക്കെ എടുത്ത് ചാടും. ഒരു പ്രത്യേക ജീവിതം അല്ലേ? ചത്തുപോയില്ല എന്നുള്ളതാണ് കോൺസിക്വൻസ്. ഒന്നും പറ്റില്ലെന്നല്ലേ? ചാടും. പിന്നെ ഒരു ഡ്രാഗണില് ഫ്ലൈ ഒക്കെ ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്യും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതേപോലെ കുട്ടിക്കാലത്ത് വേറെന്തെങ്കിലും
ഇല്ല ഇനി എന്റെ വേറെ ഇത് മതി, ഇത് മതി. ചോദ്യം ഈ കുട്ടിക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കും. കുട്ടിക്കാലത്ത് ഇപ്പൊ പറഞ്ഞല്ലോ ഈ കോൺസിക്വൻസസ് ഞാൻ അതൊന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂല് പങ്കെടുത്തു. പങ്കെടുത്തു. അതന്നെ വലിയ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കോഫി ഷോപ്പിൽ ഈ പ്രാവശ്യം അതടച്ചു പൂട്ടിക്കാരനെ നമ്മള് എന്നിട്ട് ഇവിടെ നേരത്തോടു കൂടി വന്നില്ല. ഇല്ലേ അതെ അപ്പൊ എനിക്ക് തരും. ഇനി ഒരു ഡയറി അല്ല കളിച്ചില്ല. അയ്യോ 5 ഇവിടെ ഓ കോണി കിട്ടിയിരുന്ന 4 ആയിരുന്നു. 4 1 2 3 4 ഒരു മൃഗത്തിന്റെ അല്ല 5 മൃഗങ്ങളുടെ ശബ്ദം എനിക്ക് എന്തെങ്കിലും 5 മൃഗങ്ങളുടെ ശബ്ദം. ഉറുമ്പ് സൗണ്ട് ഇല്ലല്ലോ. നീ കൊള്ളാമല്ലോടി പെണ്ണേ. ഒന്ന് തീർന്നു. സൗണ്ട് ഉണ്ടായിണ്ടാവും. ഉറുമ്പല്ലേ, നമ്മള് കേട്ടില്ല. ചെറുതല്ല, അതല്ലേ ഞാൻ ഇങ്ങനെ കാണിച്ചതാക്കി. 2 ഭൂമിയായ പട്ടി. കൊതുക്. കൊതുക്. ഇനി ഈച്ച. എന്റെ കുട്ടികളുടെ അടിക്കാൻ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പേടിച്ചു. 3 4 പൂച്ച. പിടിച്ചോ? പട്ടിക്ക് ജോലി കടിക്കണ്ട. ഇനി ഈ പൂച്ച ഈച്ചയും ഉറുമ്പിനെയൊക്കെ കൂട്ടില്ലല്ലേ? കളിച്ചോ? കുറച്ചുകൂടെ ചോദ്യം ഇൻട്രസ്റ്റിംഗ് ആക്കണം. 4 ഒരു കിടിലൻ ചോദ്യം ഉണ്ട് എന്റെ. എന്താണോ ഇനി ഒരു കുസൃതി. എന്നും ഉപ്പിലിടുന്ന വസ്തു ഏതാണ്? ഉപ്പിലിടണോ? എന്നും ഉപ്പിലിടുന്ന വസ്തു. ഈ വസ്തു നമ്മൾ എന്നും ഉപ്പിലിടും. ഉപ്പിലെ സ്പൂണ്. അയ്യോ കളിച്ചോളൂ. കണ്ടോ, ബ്രില്യൻ ചോദ്യങ്ങളായിട്ട് അവൾ ഇറങ്ങിയേക്കാം. ആണോ? കറക്റ്റ് ആണോ? കുസൃതി ചോദ്യങ്ങൾ പാളിയപ്പോ ഞാൻ പേഴ്സണൽ ചോദ്യം ചോദിക്കും. നോ 6 ആണ് വീണ. 6 എനിക്കാ? എനിക്ക് അല്ല ഒന്നുകൂടി കളിക്കാം. വേണ്ട 6 ഇട്ടോ. 1 2 3 4. വെരി കൺവീനിയന്റ്. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാ? വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി. വെച്ചടി കയറ്റം. ഈ ജോലിയിൽ വെച്ചടി കയറ്റം. ആ ജോലി ചെയ്യുന്നതേ ഒരു കയറ്റമാണ്. സ്റ്റെപ്പ് കയറുന്നതാണോ? ജോലിയല്ലല്ലോ. ജോലി. ഇതൊരു ജോലിയാണ്. വെച്ചടി കയറ്റമാണ് ആ ജോലിക്ക്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കുറച്ച് കഴിയുമ്പോ ചിലപ്പോ നമ്മള് മേലെ ഒരു പൊസിഷനിലായിരിക്കും നമ്മള്. ഉയരം കൂടുതൽ പറഞ്ഞ ക്ലൂ ഒരു കുറച്ച് മേലേക്ക് പോണ സാധനം. ഫ്ലൈറ്റ് ആണോ? ജെറ്റ് ആണോ? വെച്ചടി കയറ്റം. വെച്ചടി കയറ്റം. എന്ത് ജോലിയാണോ? എന്തിനാ നമ്മള് മുകളിലോട്ടൊക്കെ പൊതുവെ കാരണം എന്തിനാ? സ്റ്റെപ്പ് കയറുന്ന ജോലിയല്ലല്ലോ. ജോലിയാക്കിയിട്ട് ആൾക്കാര് തെരഞ്ഞെടുക്കണ ജോലിയൊക്കെ ആക്കിട്ട് തെരഞ്ഞെടുക്കും സ്റ്റെപ്പ് കയറുന്നത്. വേറൊരു സാധനം. അങ്ങനെ ഉയരത്തിലോട്ട് കയറുന്നത് എന്തിനൊക്കെ ആയിരിക്കും നമ്മള് ഈ ഒരു ഈ ജോലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾക്ക് മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത അത് മലയാളികൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സാധനമാണ്. അത് ദിവസം ഇല്ല നമ്മൾ വച്ചടി കയറ്റം. ഇതില്ലാണ്ട് നമുക്ക് കേരളം എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയോ മറ്റേ തെങ്ങേറ്റാണോ? ഇനി വേറെ എപ്പിക് സാധനം കൂടെ ഉണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇങ്ങനെ വെച്ചടി കയറ്റം. ഇത് ജയിക്കോ നോക്കൊന്നും വേണ്ടല്ലോ. ഇല്ല ഞങ്ങക്ക് കളി നടത്തുന്ന സമയത്ത് ആരാണോ ഫ്രണ്ടിൽ ഞങ്ങൾ ജയിക്കും. അല്ല ആരാണോ അവര് ജയിക്കും. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ആരാ? അതായത് നമ്മളിപ്പോ ചെയ്യെടുക്കാണ് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ പ്രസന്റ് ഉള്ള
സുന്ദരനാ? അല്ല രാജീവ് ഗാന്ധി സുന്ദരൻ. സുന്ദരൻ. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷാണ്. ആയിട്ടൊന്നും കാണല്ലേ? രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. അതെ, ഇതെല്ലാവരും കേട്ടോ, ആരും പറഞ്ഞില്ല. എന്നിട്ട് ഉത്തരം കേൾക്കുമ്പോഴേക്കും അയ്യേ ഉത്തരത്തിലുണ്ട്. രാഹുൽ ഗാന്ധി മകന്റെ ഡാഷ് ആണ്. മകന്റെ അച്ഛനാണ്. കൺഫ്യൂഷൻ മകന്റെ മകന്റെ വേറൊരു ക്ലൂ. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധന. നമ്മുടെ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ഐഡന്റിറ്റി എന്നൊക്കെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. മകനാ? അല്ല, മകന്റെ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ശരിക്കും കൺഫ്യൂഷൻ അല്ലോ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ആരാ? മകൻ. അപ്പൊ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. ഒന്നുകൂടി പറഞ്ഞേ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫാദറാ? അതായത് ഇപ്പൊ എന്താ പറയാ, പ്രണവ് മോഹൻലാൽ. മോഹൻലാലിന്റെ മകന്റെ ഡാഷ് ആണല്ലോ. എന്നാ അങ്ങനെ ചോദിക്കാം. ശരി, പ്രണവ് മോഹൻലാലിന്റെ മകന്റെ ഡാഷ് ആണ്. അച്ഛനല്ലേ? മോഹൻലാലിന്റെ മകനാണല്ലോ. നിങ്ങൾ വിളിച്ചു വരുത്തി അപമാനിക്കണോ? എന്നാ പോട്ടെ, ദുൽഖർ സൽമാൻ. ഓക്കെ, ഞാൻ എന്റെ അച്ഛന്റെ മകളാണ്. മകളാണ്. പക്ഷേ അനന്യ അച്ഛന്റെ മകളുടെ ഡാഷാണ്. എന്താണ് ഇപ്പൊ ഞാൻ പറയുമ്പോ ഞാൻ ഡേവിസിന്റെ മകന്റെ ഡാഷാണ്. അല്ല, മകനാണ് ഞാൻ. പക്ഷെ ഡേവിസിന്റെ മകന്റെ ഡാഷാണ്. ഈശ്വര, എനിക്കെന്നെ എന്തോ പോലെ. മകന്റെ എന്റെ ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ മകന്റെ ഡാഷ് ആണ്. ദുൽഖർ സൽമാൻ അത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദുൽഖർ സൽമാൻ എന്നുള്ളത് എന്താ? നായകൻ. അങ്ങനല്ല, മനുഷ്യൻ. അല്ല, ഇപ്പൊ മീനാക്ഷി, അനൻ. പേര് പേരാണ്. ആണ്, പേരാണ്. അത്രേ ഉള്ളൂ. രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകന്റെ പേരാണ്. ഉത്തരം പറഞ്ഞു. ഞാൻ പേര് ശരി, ഓക്കെ. 6 2 3 4 5 6. എല്ലാരും അവിടെ എത്തുമ്പോ കേറിപ്പോ ഞങ്ങൾ എല്ലാരും പറ്റിക്കും. അവിടെ കേറിപ്പോ എല്ലാരും. 2 കഴിഞ്ഞോ? അല്ല, എന്തായാലും പിന്നെ എന്റെ മണ്ടക്ക് എത്തിയല്ലോ. പിന്നെ നമ്മൾ ഇനി ഇട്ടോണ്ടിരുന്നിട്ട് ഇല്ല. 2 1 5. അപ്പൊ എന്തായാലും നമ്മൾ ഇതെന്താ നീ കാണിച്ചോണ്ടിരിക്കണേ? 3 4 4 5 6. കളി തീർത്തിട്ടുണ്ട്. നേരത്തെ 4 എത്തിയിട്ട് ഇറങ്ങിയില്ലല്ലോ. 1 2 3. ഇനിയിപ്പോ എന്ത് വീണാലാവൂലോ? ഇല്ല, 1 വീഴണം. 1 വീഴണേ. 5 1 2 3 4 5 2 3 4 4 വീണ. 1 2 3 4 നമ്മൾ കളിച്ച്
ആ ഞങ്ങള് ജയിച്ചു. പോണോ? കഴിഞ്ഞില്ലേ മൂഡ് പോയി. ആ രാഹുൽ ഗാന്ധി മനസ്സിൽ കയറി അതെ ഞാന് അച്ഛൻ ഡെയിന്റെ അച്ഛൻ എല്ലാവരും വന്ന് മീനാക്ഷിയുടെ അച്ഛൻ മാത്രം വന്നില്ല. അത് മനസ്സിൽ വിളിച്ചോന്ന് എനിക്ക് ടോപ്പിക്കിൽ വന്നില്ലാന്നുള്ളൂ. കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടാനാ നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെ കാര്യം. പറയും പിന്നെ ഞാൻ എന്റെ ഓക്കെ എന്തായാലും we had fun, did you? വെരി വെരി ഓക്കെ Okay, bye bye. Thank you.